നമസ്കാരം. സോംജിസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് ഈ ആഴ്ച ഉയർന്നു തന്നെ പോവുകയാണ്. നല്ല ബ്രേക്കൗട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ ദിവസം ആരും പ്രതീക്ഷിക്കാത്തത്ര ഉയരങ്ങളിലേക്ക് പോയി. 23,700 750 ഭയങ്കര റെസിസ്റ്റൻസ് ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നത് നിസ്സാരമായി കടന്നുപോയി. മാർക്കറ്റിന് അനുകൂലമായി എന്താണ് സംഭവിച്ചത്? മാർക്കറ്റിന് അനുകൂലമായി വന്ന ചില ഘടകങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ യാതൊരു അനിശ്ചിതത്വവും യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ BJPയുടെ സ്പീക്കർ തന്നെ വന്നു എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞ 5 വർഷം ഉണ്ടായതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾക്ക് വലിയ തിരിച്ചടി വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് സ്റ്റോക്ക് മാർക്കറ്റ് വിലയിരുത്തുന്നു. അതിന് കൂടെ നമ്മുടെ RBI ഗവർണർ ശക്തിദാസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. 8% GDP ഗ്രോത്ത് സസ്റ്റൈനബിൾ ആയിട്ട് തന്നെയുള്ളതാണ്, അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് RBI ഗവർണർ പറഞ്ഞത്. അതിനെക്കുറിച്ച് അതുകൊണ്ട് GDPയെ സംബന്ധിച്ച് യാതൊരു വേവലാതിയുമില്ല. ഇനിയുള്ള എല്ലാം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏക ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ഇൻഫ്ലേഷൻ മാത്രമാണ്. അതുകൊണ്ട് അതിനെ നേരിടുന്നതിന് വേണ്ട നടപടികളിലേക്ക് കടക്കാം. അത് മാത്രമാണ് RBIയുടെ മുന്നിലുള്ള വെല്ലുവിളി എന്നാണ് ശക്തിദാസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടി വന്നതോടുകൂടി ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലത്തെ കണ്ടിന്യൂഷനായിട്ട് ഉയരുക തന്നെയാണ് ചെയ്തത്. ഇന്നലെ ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഉയർത്തിയതെങ്കിൽ ഇന്നിപ്പോൾ റിലയൻസ് അതുപോലുള്ള കമ്പനികൾ തുടർച്ച ഏറ്റെടുത്തു. അപ്പോഴും മിഡ് ക്യാപ് ഓഹരികളിലും സ്മാൾ ക്യാപ് ഓഹരികളിലും ആക്ടിവിറ്റി വളരെ കുറവായിരുന്നു. അത് ഇന്നലെ താണു നിന്നു ആ ഇൻഡെക്സുകളൊക്കെ. ഇന്ന് സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ ചേഞ്ചുകൾ നമ്മൾക്ക് കാണാൻ പറ്റും. ബാങ്കിങ് മേഖലയിലെ 3 വമ്പന്മാരാണ് ഇന്നലെ മാർക്കറ്റിനെ ശരിക്കും മുന്നോട്ട് നയിച്ചത്. HDFC ബാങ്ക്, ICICI, ആക്സിസ് ബാങ്ക്. ഈ 3 ബാങ്കുകളാണ് ഇന്നലെ മാർക്കറ്റിനെ നിയന്ത്രിച്ചതെന്ന് പറയാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഭയങ്കരമായി പെർഫോം ചെയ്ത് മുന്നോട്ട് പോയി. 52,000 കടന്നാണ് അതിൻ്റെ ക്ലോസിംഗ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ നോക്കണം. കൂടുതൽ നിക്ഷേപങ്ങളൊന്നും ഈ സമയത്ത് നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് വിശ്വാസമുള്ള അണ്ടർവാല്യൂഡ് ആയിട്ട് കിടക്കുന്ന സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുക. ഇപ്പോഴും നമ്മളുടെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്കുകളിൽ ഉയർന്നു പോയ ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയാണ് നോക്കാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കവിഞ്ഞ് വേറെ ഒന്നും നിക്ഷേപ സാധ്യതകൾ നിങ്ങൾ ഇപ്പോൾ തിരഞ്ഞു പോയി ചെന്ന് ചാടരുത് എന്ന് ഞാൻ പറയുന്നു. HDFC ബാങ്ക് ഇപ്പോഴും അത് ഉയരാനുള്ള സാധ്യത കാണിക്കുന്ന ഒരു ബാങ്ക് തന്നെയാണ്. അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ചുള്ള വളർച്ച ആ ഷെയറിൽ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ ഞാൻ ഇതൊന്നും പറയാനല്ല ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ELSS, SIP മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ 2 സംവിധാനങ്ങൾ എന്താണെന്നൊന്ന് പറയാമെന്ന് കരുതിയാണ്. പുതിയതായി നിക്ഷേപാവസരങ്ങൾ തേടുന്നവർക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവ എങ്ങനെയാണ് എന്നൊന്ന് പറയാം എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ മുഴുവൻ കാണുക. SIP എന്താണെന്നും ELSS എന്താണെന്നുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ELSS എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീമാണ്.
ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടാണ്, അതൊരു ഫണ്ട് തന്നെയാണ്. ELSS എന്ന് പറയുന്ന ഇക്വിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സേവിങ് ആയിട്ട് കാണുന്നു. അതൊരു ടാക്സ് സേവർ ഫണ്ടാണ്. ശരിക്കും ടാക്സ് സേവിങ്ങിന് 1,50,000 രൂപ വരെ ഒരു വർഷം നമുക്ക് ടാക്സ് കൊടുക്കാതെ സേവ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ELSS. ഇൻകം ടാക്സിൽ 80C പ്രകാരം ടാക്സ് ഇളവ് കിട്ടുന്നതാണ്. ELSS ചെയ്യുമ്പോൾ ELSSൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ELSS എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് ഇപ്പോൾ ടാക്സ് സേവിങ്ങിനുള്ള ആളുകളാണ്, അല്ലെങ്കിൽ മന്ത്ലി സാലറീഡ് പേഴ്സൺസ് ആണ് അധികം നിക്ഷേപിക്കുന്നതെന്ന് മനസ്സിലായി. അതിന് ഈ മന്ത്ലി സേവിങ്സ് നിക്ഷേപിക്കുമ്പോൾ തന്നെ അതിന് ചില മാർഗനിർദ്ദേശങ്ങളും റിസ്കുകളും ഒക്കെയുണ്ട്. മ്യൂച്വൽ ഫണ്ടിന് റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെയുള്ള റിസ്ക് ഇതിലുമുണ്ട്. അതുകൂടാതെ ELSS എന്ന് പറയുന്നത് 3 വർഷത്തേക്ക് ലിക്വിഡ് ചെയ്യാൻ പറ്റാത്ത ഫണ്ടാണ്. അതായത് നിങ്ങൾ നിക്ഷേപിച്ചു തുടങ്ങി 3 വർഷം ലോക്കിംഗ് പീരീഡാണ്. ആ കാലയളവിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല. ടാക്സ് സേവിങ്ങിനുള്ള മറ്റു അനവധി നിക്ഷേപ സാധ്യതകളുണ്ട്. അതൊക്കെ പക്ഷേ ഇതിനേക്കാൾ കൂടിയ ലോങ് ടേം ലോക്ക്ഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ്. ഈ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ടാക്സ് സേവിങ് സർട്ടിഫിക്കറ്റുകളുണ്ട്. അങ്ങനെയുള്ളതൊക്കെ 7-8 വർഷങ്ങളാണ് അതിൻ്റെ ഇത് കിടക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ളതിൽ ഏറ്റവും കുറഞ്ഞ കാലാവധി ഉള്ളതാണ് ELSS. 3 വർഷത്തെ ലോക്കിംഗ് പീരീഡേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒന്നിച്ച് ലംസമായിട്ട് നിക്ഷേപിച്ചുകൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ മന്ത്ലി നിക്ഷേപമായിട്ട് SIP ആയിട്ട് തുടങ്ങാം. SIP ആയിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മിനിമം എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് 1000 എമൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ട് തുടങ്ങാം. എല്ലാ മാസവും അതുപോലെ തന്നെ നിക്ഷേപിക്കാം. 500 രൂപയാണ് എല്ലാ ഫണ്ടുകളും തന്നെ മിനിമം നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്നത്. 500 രൂപയിൽ കുറയാത്ത നിക്ഷേപമാണ് എല്ലാ മാസവും നടത്താൻ ഉദ്ദേശിക്കുന്നത് ഓരോ ELSSലേക്കുള്ളത്. അപ്പോൾ ELSSൽ ഇതുപോലെ ഓരോ മാസവും നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ 3 വർഷത്തേക്ക് നിങ്ങൾക്ക് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കത് എത്ര കാലമാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. എത്ര കാലം തുടരണം, എത്ര കാലത്തേക്ക് ഒന്നിച്ച് നിക്ഷേപിക്കാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. SIP ആയിട്ട് ഇതിനുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, SIP ആയിട്ട് നമ്മൾക്ക് ELSS തുടരാം, അല്ലെങ്കിൽ ഓരോ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് ELSSലേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കാം. 1,50,000 രൂപ വരെ ഒരു വർഷം നിങ്ങൾക്ക് ടാക്സ് സേവിങ്ങിന് ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എമൗണ്ട് കണക്കൂട്ടിയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ അത് മന്ത്ലി ആയിട്ട് SIP ആയിട്ട് നിക്ഷേപിക്കാം, ലംസമായിട്ട് നിക്ഷേപിക്കാം. SIP മാത്രമല്ല ഇതിൽ പറ്റുള്ളൂ. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ അല്ലാതെയും നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഒരു വർഷത്തേക്ക് ഒറ്റ നിക്ഷേപമായിട്ട് എടുക്കാം, അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ELSS എന്ന് പറയുമ്പോൾ അത് SIP മോഡിലാവാം, ലംസമാവാം. ഈ SIP മോഡിലേക്ക് ആകുമ്പോൾ അത് മിനിമം 500 രൂപയാണ് എല്ലാ ഫണ്ടുകളും അനുവദിച്ചിരിക്കുന്നത്. അത് താഴെ ആവരുത്. അതിൽ കൂടിയ എമൗണ്ടുകൾ എത്ര വേണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ തീരുമാനിക്കാം. പിന്നെ ഇതിനകത്തൊരു ELSSൽ ഏറ്റവും നല്ല ഫണ്ടുകളായിട്ടുള്ള ഒരു 5 ഫണ്ടുകളിലെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പേര് പറഞ്ഞ് അതിൻ്റെ ഇത് പറയുന്നതേ ഉള്ളൂ. നിങ്ങളാണ് നോക്കേണ്ടത് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. എന്നിട്ട് വേണം നിങ്ങൾ അതിനെ സെലക്ട് ചെയ്യാൻ, ഈ ഫണ്ട് ഏതാണെന്നുള്ളതും ആ ഫണ്ടിൻ്റെ ഗുണങ്ങളും. ക്വാൺ ഫണ്ടാണ്. ക്വാൺ ELSS ടാക്സ് സേവർ ഫണ്ട്. ഗ്രോത്ത് പ്ലാനിൽ ഡയറക്റ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് പ്ലാനിൽ ഗ്രോത്ത് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ക്വാണ്ടിൻ്റെ ELSS ടാക്സ് സേവിങ് ഫണ്ടിൽ നിക്ഷേപിക്കാം. ഇതോടുകൂടി ഞാൻ പറയേണ്ട കോണിൻ്റെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം RBI ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അവർ മാൽപ്രാക്ടീസ് നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. 5 വർഷം കൊണ്ട് അവർ വേറെ ഒരു ഫണ്ടുകളിലും കാഴ്ചവെക്കാത്ത ഗംഭീര വളർച്ചയാണ് നേടിയത്. എല്ലാ ഫണ്ടുകളുടെയും മുന്നിലെത്തി അവർ വളർച്ചയിൽ. അപ്പോൾ അതിലെന്തോ മാൽപ്രാക്ടീസ് നടന്നു എന്നൊക്കെ പറഞ്ഞാണ് അന്വേഷിക്കുന്നത് എന്ന് RBI പറയുന്നു. പക്ഷേ അവർ പറയുന്നത് യാതൊരു പ്രശ്നവുമില്ല, അന്വേഷണം റൊട്ടീനായിട്ടുള്ള അന്വേഷണം തന്നെയാണ് അവർ നടത്തുന്നത് എന്നാണ് പറയുന്നത്.
അതെന്തും ആവട്ടെ, ക്വാൺ ഫണ്ടാണ് ഈ ELSSൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന റിട്ടേൺ നൽകിയിരിക്കുന്നത് കേട്ടോ. മിനിമം 500 രൂപയാണ് അതിലും തുടങ്ങാവുന്നത്. 5 ഇയറിലേക്ക് അത് 35.77% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അത് 5 ഇയർ കാലാവധിയിൽ. ബാങ്ക് ഓഫ് ഇന്ത്യ ELSS ടാക്സ് സേവർ ഫണ്ട്, അതിനകത്ത് അത് 500 രൂപ തന്നെയാണ് നിക്ഷേപത്തിന് മിനിമം വേണ്ടത്. ഈ മിക്ക ഫണ്ടുകളും, എല്ലാ ഫണ്ടുകളും തന്നെ 500 രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത്. ഈ ബാങ്ക് ഓഫ് ഇന്ത്യ ELSSൽ 5 വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞ് 28.66% തന്നിട്ടുണ്ട്. SBI ലോങ് ടേം ഇക്വിറ്റി ഫണ്ട് ELSS ആണ്. അത് 5 വർഷത്തെ റിട്ടേൺ തന്നിരിക്കുന്ന 24.91%. മോട്ടിലാൽ ഓസ്വാൾ ELSS ടാക്സ് സേവർ ഫണ്ട്, അത് 5 വർഷത്തെ റിട്ടേൺ തന്നിരിക്കുന്നത് 24.4%. JM ELSS ടാക്സ് സേവർ ഫണ്ട്, അത് 5 വർഷത്തേക്ക് 23.58% റിട്ടേൺ തന്നിട്ടുണ്ട്. ഇത്തരമാണ് മുന്നിട്ട് നിൽക്കുന്ന റിട്ടേൺ തന്ന ഫണ്ടുകളെ പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും അല്ല, ഒരുപാട് ഫണ്ടുകളുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ ELSS ടാക്സ് സേവർ ഉണ്ട്. അങ്ങനെ കുറേയേറെ ഫണ്ടുകൾ എല്ലാവർക്കും തന്നെ ഉണ്ട്, ELSS ഫണ്ടുകൾ. അപ്പോൾ നിങ്ങളത് നോക്കി കണ്ടെത്തി നിങ്ങളുടെ ഇതിന് യോജിച്ച ഫണ്ട് കണ്ടെത്തുക. അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പോർട്ട്ഫോളിയോ ഏതാണെന്നെല്ലാം അതിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ പോർട്ട്ഫോളിയോ ആണെന്നുള്ളത് കണ്ടെത്തി അതിൽ നിക്ഷേപിക്കാൻ തുടങ്ങുക. ELSS എന്ന് പറയുമ്പോൾ നമുക്കത് SIP ആയിട്ട് തുടരാമെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അത് അങ്ങനെ തുടരുന്നതായിരിക്കും നല്ലത്. 3 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. എന്നാൽ തന്നെ ഇതൊരു ലോങ് ടൈം നിക്ഷേപത്തിലേക്ക് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ടാക്സ് സേവിങ്ങിന് സൗകര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി അതൊരു ബെനിഫിറ്റായിട്ട് കണക്ക് കൂട്ടുക. താങ്ക് യു. ഇത്രയൊക്കെയാണ് ELSSനെ കുറിച്ച് പറയാനുള്ളത്. ELSS തുടങ്ങാവുന്നതാണ്. നിങ്ങൾ പുതിയതായിട്ട് ഇതൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ടാക്സ് സേവിങ്ങിന് കൂടിയുള്ള ഒരു ഉപകരണമാണ് ELSS. ഓക്കെ, താങ്ക് യു. എന്നെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.